ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ സ്ഥാപകനും മലയാളിയുമായ ബൈജു രവീന്ദ്രന് ജയിൽ ശിക്ഷ വിധിച്ച സിംഗപ്പൂർ കോടതി. കോടതിയലക്ഷ്യ കേസിൽ 6 മാസത്തെ തടവാണ് ശിക്ഷ. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഉടൻ കീഴടങ്ങാൻ നിർദ്ദേശിച്ച കോടതി $70,500 കെട്ടിവെക്കാനും ആവശ്യപ്പെട്ടു. അതേസമയം കോടതിയുടേത് കേസിന്മേലുള്ള സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് ബൈജു രവീന്ദ്രന്റെ പ്രതികരണം. തന്റെ പ്രതിച്ഛായ മോശമാക്കും വിധമാണ് റിപ്പോർട്ടുകൾ വരുന്നതെന്നും കേസിലെ കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ബൈജു എക്സിൽ കുറിച്ചു. ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകൾ തുടർച്ചയായി ലംഘിച്ചതിനും കോടതിയിൽ ഹാജരാകുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് ശിക്ഷയെന്നാണ് റിപ്പോർട്ടുകൾ. 6 മാസ തടവാണ് സിംഗപ്പൂർ കോടതി വിധിച്ചത്. ഉടൻ കോടതിയിൽ കീഴടങ്ങാൻ ഉത്തരവിട്ടതിനോടൊപ്പം $90,000 സിംഗപ്പൂർ ഡോളർ, അതായത് ഏകദേശം 67.46 ലക്ഷം രൂപ നിയമപരമായി ചെലവായി കോടതിയിൽ കട്ടിവെക്കാനും വിധിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ആസ്തികൾ സംബന്ധിച്ച് 2024 ഏപ്രിൽ മുതൽ കോടതി പുറപ്പെടുവിച്ച ഒട്ടേറെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബൈജു ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. BR ഇൻവെസ്റ്റ്കോ എന്ന കമ്പനിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിന്മേലാണ് ബൈജുവിനെതിരെ നടപടിയെന്നറിയുന്നു. ഉടമസ്ഥാവകാശം വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സിംഗപ്പൂർ കോടതിയുടേത് കേസിന്മേലുള്ള സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് ബൈജു രവീന്ദ്രന്റെ പ്രതികരണം. തന്റെ പ്രതിച്ഛായ മോശമാക്കും വിധമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേസിലെ കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. താനോ കമ്പനിയുടെ മറ്റു സ്ഥാപകരോ തട്ടിപ്പുകളോ മറ്റെന്തെങ്കിലും തെറ്റോ ചെയ്തുവെന്ന് അതിനർത്ഥമില്ല. രേഖകൾ ഹാജരാക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് തർക്കം. തന്റെയോ ബൈജൂസ് സ്ഥാപകരുടെയോ ഭാഗത്ത് തെറ്റുകളില്ലെന്ന് കക്ഷികളും അംഗീകരിച്ചതാണ്. പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബൈജു വ്യക്തമാക്കി. $120 കോടി വായ്പാ തിരിച്ചടവ് മുടക്കിയതുമായി ബന്ധപ്പെട്ട് ബൈജു ഉൾപ്പെടെ ബൈജൂസ് ആപ്പ് സ്ഥാപകർക്കെതിരെ US-ലും ഇന്ത്യയിലും കോടതികളിൽ കേസുകളുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.